നമ്മുടെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലയിലാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളിത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്, ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും ഫൈബർ ശില്പങ്ങളും സിമൻറ്റ് ശില്പങ്ങളും ഒക്കെയാണ്. ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരുമിച്ചുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗം സബലീകരണമാണ് സത്യത്തിൽ തിരുവനന്തപുരം ഭാഗത്തൊന്നും ഇത്തരത്തിലൊരു സങ്കേതം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓർഡറുകൾ വലിയ പാർക്കുകൾ, റിസോർട്ടുകൾ മുതലായതോടൊപ്പം തന്നെ ഗാർഡൻ ശില്പങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ തിരുക്കൂട്ടിലെ ശില്പങ്ങൾ, അങ്ങനെ ഏത് മെറ്റീരിയലിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി മുരളീധരൻ സാറാണ്. അദ്ദേഹം ഉടനെ തന്നെ എത്തുന്നതാണ്. സിനിമ, സീരിയൽ മേഖലകളിലെ സെറ്റ്, അതുപോലെ ആർട്ട് ഡയറക്ഷൻ മുതലായ കാര്യങ്ങൾ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നമ്മളോടൊപ്പം ഉള്ള അനിലേട്ടൻ. ഈ അനിലേട്ടൻ്റെ ആ പരിചയത്തിൽ നിന്ന് തന്നെയാണ് ആ മേഖലയിൽ നിന്നുള്ള വർക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഇരിക്കുന്ന ആന, അതുപോലെ അവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. ഉടനെ പണി പൂർത്തിയാക്കേണ്ടതാണ്. അത് സീരിയൽ പ്രൊജക്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശ്രീ അനിൽകുമാർ തയ്യാറാക്കിയ ആർട്ട് ആൻഡ് ഗാലറി ഇന്നിവിടെ നാടിന് സമർപ്പിക്കുകയാണ്. ഒരുപാട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഈ ഗാലറിയിൽ ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലുള്ള പ്രാചീനമായിട്ടുള്ള കലകൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിൻ്റെ ചുമതലയാണ്. അനിൽകുമാറിൻ്റെ ഈ സ്ഥാപനം നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആന 6 അടി ഹൈറ്റിലുള്ള ആനയുണ്ട്, 3 അടി ഹൈറ്റിലുള്ള ഫൈബർ ആനയുണ്ട്. തുടങ്ങി ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ശില്പങ്ങളും മറ്റു അനുബന്ധ സാധനങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. മുൻപ് നമ്മുടെ കേരള സംസ്ഥാനത്തിലൊന്നാകെ ഈ ആർട്ടിനും ക്രാഫ്റ്റിനൊക്കെ വലിയ പ്രാധാന്യം സ്കൂളുകളിലുണ്ട്. എന്നാൽ ഇക്കാലത്ത് ആ പ്രാധാന്യം തീരെ ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അധ്യാപകൻ ഒരു സ്കൂളുകളിലും ഇല്ല. ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ് നമ്മുടെ ഈ കലാരംഗം. ഇവിടെ ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മെട്രോ സ്റ്റേഷനായാലും ശരി, പാർക്കുകളായാലും ശരി, എല്ലാം അവർ ഈ നവീകരിക്കുക എന്ന് പറയുന്നത് വെറുതെ പാലവും മറ്റും പണിഞ്ഞു വയ്ക്കലല്ല, എല്ലാം ആർട്ടിസ്റ്റിക്കലി പണിയുകയാണ്. കാരണം കാണാനൊരു ഇമ്പം ഉണ്ടാവും, കാഴ്ചയ്ക്ക് ഭംഗി വരുമ്പോഴേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ ആ സ്ഥലത്തേക്ക് വരും. ഇതെല്ലാം കൊണ്ട് ഈ നമ്മുടെ നാട്ടിലും അത്തരം രീതികൾ എല്ലായിടത്തും ഒരു കലയുടെ ടച്ച് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു മേഖലയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. പാർക്കുകൾ, റിസർവോയറുകൾ, റിസോർട്ടുകൾ, ഇവിടെ എല്ലാമുള്ള വർക്കുകൾ ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന, നേരത്തെ അനിലേട്ടൻ പറഞ്ഞ പോലെ 6 അടി ഹൈറ്റുള്ള ആന. എത്ര വലിപ്പമൊന്നൊരു പ്രശ്നമല്ല, അതും യഥാർത്ഥ ആനയെ തോൽപ്പിക്കുന്ന രീതിയിൽ കലാമികവോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇദ്ദേഹം ദീർഘകാലമായി സിനിമാ മേഖലയിൽ, ആർട്ട് ഡയറക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ അനുഭവ സമ്പത്ത് കൊണ്ടാണ് അദ്ദേഹം ഇത്രകാലവും കാത്തിരുന്നതാണ് ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാവണമെന്ന്. ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നതിൻ്റെ സന്തോഷമാണ്. ഇനി ഈ മേഖലയിലേക്ക് ഞങ്ങളുടെ ധാരാളം കലാരൂപങ്ങൾ, അതിൽ ഡ്രാഗണോ അതേപോലെ ബുദ്ധനോ ധാരാളം ആന ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റാച്യൂസും നമ്മളിവിടെ നിർമ്മിക്കും, ഓർഡറുകൾ എടുക്കും, ഇവിടെ പഠിപ്പിക്കും, ആർട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഉള്ള, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ ആൾറെഡി റണ്ണിങ് ആണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇനാഗുറേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അവയെല്ലാം അങ്ങോട്ട് ഡംപ് ചെയ്തിരിക്കുന്നത്.
അവയെല്ലാം എടുത്ത് നമ്മുടെ പണി തുടങ്ങേണ്ടതും. ആർട്ടിൻ്റെ A to Z ആണ് ഞങ്ങളിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്പർ വഴിക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, വലിയ വിളയെന്ന് നമ്മുടെ ശാസ്തമംഗലം വഴിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വേട്ടമുക്ക് എന്ന് പറയുന്ന ആ സ്ഥലം, അവിടുത്തെ പാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പാർക്കിന് അഭിമുഖമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത്.